ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. അടുക്കളകളിലൊക്കെ കുക്കിംഗ് ഗ്യാസിൻ്റെ ക്ഷാമമുണ്ട്. ഹോട്ടലുകളിലും ബേക്കറികളിലും ചെന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത വിലയാണ്. അവർ പറയുന്നത് ഗ്യാസ് കിട്ടാനില്ല, വില കൂട്ടാതെ മാർഗമില്ല. അപ്പോഴാണ് ഹോർമുസ് സ്ട്രെയ്റ്റ് വഴി കപ്പലുകൾ വരുന്നില്ല എന്നുള്ള ന്യൂസ് ഒക്കെ കണ്ടത്. അപ്പോൾ എന്താണ് ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ ഞാനൊരിക്കൽ കപ്പലിന് ഉള്ളിൽ കയറിയ സംഭവവും ഓർമ്മ വന്നു. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഗൾഫ് മേഖലയിൽ നിന്നും എണ്ണക്കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ കപ്പലുകളിലാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങളും കുക്കിംഗ് ഗ്യാസും ലോക രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് വഴിയാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് പെർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഇടനാഴിയാണ്. തീരെ വീതി കുറഞ്ഞ ഒരു ഇടനാഴി. അത് കപ്പൽ പാതയാണ്, ജലപാതയാണ്. അതുവഴി ആണ് എല്ലാ കപ്പലുകൾക്കും ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വഹിച്ചുകൊണ്ട് പുറം കടലിലേക്ക്, അറേബ്യൻ സീയിലേക്ക് തുറന്നു പോകുന്ന വാതിലാണ് അത്. ഈ ഹോർമുസ് കടലിടുക്ക് അത് ഇറാന്റെ അധീനതയിൽ ആണ് ഉള്ളത്. അപ്പോൾ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം, ഗൾഫ് യുദ്ധം പല വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ 2026 ഇത് വീണ്ടും ആരംഭിച്ചപ്പോൾ ഇറാൻ ഈ കടലിടുക്ക് ക്ലോസ് ചെയ്തു. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിരോധിച്ചു. ഇത് ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ അഫക്റ്റ് ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ലഭ്യത ഇല്ലാതായി. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസിനും ലഭ്യത ഇല്ലാതായി. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് ഒക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 1-2 കപ്പലുകളൊക്കെ പോകുവാൻ വേണ്ടി അനുമതി ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് കുറച്ചൊക്കെ കുക്കിംഗ് ഗ്യാസ് കിട്ടാൻ തുടങ്ങിയത്. എങ്കിലും വളരെയധികം ക്ഷാമം അതിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോർമുസ് സ്ട്രെയ്റ്റ് അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് എന്നുള്ള സംഭവം. അത് എൻ്റെ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരിക്കൽ കപ്പലിനുള്ളിൽ കയറുവാനുള്ള അവസരം ഉണ്ടായതിനെ പറ്റി ഓർമ്മ വന്നത്. നമ്മൾ കൊച്ചിൻ കപ്പൽശാലയിൽ കപ്പലുകൾ അവിടെ നങ്കൂരമിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കപ്പലുകൾ കടലിലൂടെ പോകുന്നതിൻ്റെ വീഡിയോയും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു കപ്പലിനുള്ളിൽ കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുമില്ല. ഒരു ക്രൂയിസ് കപ്പലിലൊക്കെ നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് പോകുവാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇല്ല. എങ്കിലും ഞങ്ങൾ ജോലി സ്ഥാപനത്തിൽ നിന്ന് സ്റ്റാഫിൻ്റെ പിക്നിക്കായി പോയത് കൊച്ചിൻ നേവൽ ബേസിലേക്കായിരുന്നു. നേവൽ ബേസിലെ ഒരു കപ്പിത്താൻ്റെ പരിചയത്തിൽ ആയിരുന്നു അങ്ങോട്ടുള്ള പിക്നിക്ക്. അവിടെ പോയതുകൊണ്ട് ഒരു കപ്പലിനുള്ളിൽ കയറാൻ പറ്റി. പക്ഷേ ആ കപ്പൽ ഒരു യാത്രാ കപ്പൽ ആയിരുന്നില്ല. അത് ചരക്ക് കപ്പൽ ആണെന്നാണ് എൻ്റെ വിചാരം. വലിയ ഒരു കപ്പലൊന്നും അല്ലായിരുന്നു, ചെറിയ ഒരു കപ്പലായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് വളരെ വലിയ ഒരു സ്വീകരണമാണ് കിട്ടിയത്. അത് കപ്പിത്താനുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്ത് പോയതിനാൽ ആദ്യമേ കപ്പിത്താൻ്റെ വീട്ടിലാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വകയായിട്ട് പട്ടാളക്കാരുടെയും നേവിയിലെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ളതാണ്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കാണിക്കേണ്ട ആവശ്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും. അതിനാൽ തന്നെ ഞങ്ങൾ അവിടെ ചെന്നത് അതിഥികളായിട്ടാണ് കപ്പലിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ നന്നായി സ്വീകരിച്ച് ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കപ്പലിന് ഉള്ളിലേക്ക് കയറ്റുവാൻ പോയത്. കപ്പലിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല.
കപ്പലിനകത്ത് കയറിയതും ഇറങ്ങിയതും മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ കയറിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നേവിക്കാരുടെ ഒരു ഡിസിപ്ലിൻ കാണാൻ പറ്റി. ഞങ്ങൾ അതിഥികളായിട്ട് ആ കപ്പലിനുള്ളിലേക്ക് കയറി ചെല്ലുന്നതുകൊണ്ട് കപ്പലിൽ ജോലിക്കാരൊക്കെ ഉണ്ട്. അതിൽ ഒരു ജോലിക്കാരൻ നേവിയുടെ ഉദ്യോഗസ്ഥനാണ്. ഒരു ചെറിയൊരു പയ്യനാണ്. +2 കഴിഞ്ഞ ഉടനെ നേവിയിൽ എടുക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഒരു പയ്യനാണ് നേവി ഉദ്യോഗസ്ഥൻ. സല്യൂട്ട് ചെയ്ത് വാതിക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ 10-50 പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ചെന്നത്. അപ്പോൾ അത്രയും സമയവും ഈ പയ്യൻ അവിടെ സല്യൂട്ട് ചെയ്ത് വാതിക്കൽ തന്നെ നിന്നു. ഞങ്ങൾ കപ്പലിനുള്ളിൽ കയറി എവിടേക്കോ കൊണ്ടുപോയി കാണിച്ചു. അത് കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. എൻജിൻ റൂമിലൊക്കെ പോയി എന്ന് തോന്നുന്നു. കൂടുതലും ഇല്ല, ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങളാണ്. അത് യാത്രാ കപ്പൽ അല്ലാത്തത് കൊണ്ട് അതിനകത്ത് കാണാൻ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിടെയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിച്ചു, വിവരിച്ചു തന്നു. അത് ഓർമ്മയുണ്ട്. പല നിലകളിലായിട്ടുള്ള കപ്പലായിരുന്നു അത്. മുകളിലത്തെ നിലയിലേക്ക് കയറാം, താഴത്തെ നിലയിലേക്ക് ഇറങ്ങാം. അതിനൊക്കെ ഗോവണിയുണ്ട്. പക്ഷെ ഗോവണി എന്ന് പറയുന്നത് ഒരാൾക്ക് കഷ്ടിച്ച് കയറി പോകാൻ പറ്റുന്ന ചെറിയ ഒരു ഗോവണിയാണ്. അത് ഇരുമ്പിൻ്റെ ഗോവണിയാണ്. അതിനാൽ തന്നെ ഞങ്ങളെ ഒന്നും അതിൽ കൂടെ കയറ്റിയില്ല. സ്ത്രീകൾ കൂടുതലായി ഉൾപ്പെടുന്ന സംഘമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും അതുവഴി കയറ്റിയില്ല. അപ്പോൾ അവിടെ നിന്നും നടന്നും അത്യാവശ്യം കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഇറങ്ങിയ സമയവും